എവരി പ്രോബ്ലം ഹാവ് സൊല്യൂഷൻ. നമ്മൾ ഓരോ പ്രശ്നങ്ങൾ വരുമ്പോൾ നമ്മൾ ഒരുപാട് പരിതപിക്കുകയും വിഷമിക്കുകയും ഒക്കെ ചെയ്യുന്നൊരു വ്യക്തികളാണ് എല്ലാ സാധാരണക്കാരായ ആൾക്കാരും. ഇപ്പോൾ യുദ്ധത്തിൻ്റെ കാലാവസ്ഥയിലൂടെ നമ്മൾ മുന്നോട്ട് പോവുകയാണ്. ഇപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നറിയാതെ പകച്ചു വെക്കുന്ന ഒരുപാട് പ്രവാസി സമൂഹത്തിൻ്റെ കുടുംബങ്ങൾ ഏറ്റവും കൂടുതലുള്ളത് നമ്മുടെ ഈ കേരളത്തിലെ മലയാളി മണ്ണിലാണ്. പക്ഷേ ഈ പ്രതിസന്ധിയൊക്കെ നമ്മൾ തരണം ചെയ്ത് മുന്നോട്ട് പോകും. പക്ഷേ പലപ്പോഴും ഭയങ്കര ടെൻഷൻ അടിച്ചിട്ടാണ് എല്ലാവരും മുന്നോട്ട് പോകുന്നത്. പക്ഷേ ഒന്ന് ഇരുന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ ഏതൊരു പ്രശ്നം വരുമ്പോൾ എല്ലാ പ്രശ്നങ്ങളും താൽക്കാലികമാണ്. ഇന്നത്തെ ഈ പ്രതിസന്ധിയും മറികടന്ന് നമ്മൾ പോകും. നമ്മൾ കൊറോണ കാലം വന്ന സമയത്ത് നമ്മൾ ഒരുപാട് ആൾക്കാർ പകച്ചു നിന്നിട്ട് എന്ത് ചെയ്യണമെന്നറിയാതെ ബുദ്ധിമുട്ടി പ്രശ്നങ്ങളുണ്ടായിരുന്നു. പക്ഷെ ഇന്ന് നമ്മൾ ആലോചിക്കുന്ന സമയത്ത് ഈ കൊറോണയെ ഭയന്ന് നമ്മൾ എന്തൊക്കെയാ വിഡ്ഢിവേഷം കിട്ടിയ ഡ്രോണ് പറത്തി പോലീസ് പിടിക്കാൻ ഓടിക്കുക, അങ്ങോട്ടും ഇങ്ങോട്ടും മിണ്ടിയാൽ പ്രശ്നം, നോക്കിയാൽ പ്രശ്നം, ഇങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇന്നത് വളരെ തമാശയോട് കൂടിയിട്ടാണ് നമ്മൾ ചിലപ്പം ചില കാര്യങ്ങളൊക്കെ നമ്മൾ ആലോചിക്കുന്നത്. അന്ന് ഭയങ്കര സീരിയസ് ആയി ഭയങ്കര ടെൻഷൻ അടിച്ച് ഒക്കെ ചെയ്ത ഒരുപാട് കാര്യങ്ങളുണ്ടായിരുന്നു. ഒരുപാട് മാറ്റങ്ങൾ നമുക്കന്ന് സമൂഹത്തിൽ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇന്നൊക്കെ ആലോചിക്കുന്ന സമയത്ത് ഇപ്പോഴൊക്കെ പല ആൾക്കാർ ഇപ്പോഴും ഞങ്ങൾ മാസ്കൊക്കെ വെച്ചിട്ട് ആൾക്കാർ അന്നത്തെ ഭയത്തിൽ നിന്ന് ഇന്നും നടക്കുന്ന ആൾക്കാരെ എനിക്ക് ഇതിൽ കൂടി കണ്ടിട്ടുണ്ട്. മാസ്ക് കൊറോണ സമയത്ത് വെച്ചവർക്കെല്ലാം ഈ അസുഖം ബാധിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ അതിനെക്കുറിച്ച് ഭയന്നിട്ട് കാര്യമില്ല. എല്ലാ പ്രോബ്ലവും താൽക്കാലികമായിട്ട് ആ പ്രോബ്ലമായിട്ട് തോന്നുള്ളൂ. അതിനെ പിന്നീട് നമ്മൾ ചിന്തിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ഇരുത്തി ചിന്തിച്ചു കഴിഞ്ഞാൽ ഏത് പ്രശ്നത്തിന് നമുക്ക് പരിഹാരം കണ്ടെത്താൻ സാധിക്കും, സൊല്യൂഷൻ കണ്ടെത്താൻ സാധിക്കും. സൊല്യൂഷൻ ഇല്ലാത്ത ഒരു പ്രശ്നവുമില്ല. സൊല്യൂഷൻ കണ്ടെത്തുന്ന രീതികൾ എങ്ങനെയെന്ന് നമ്മൾ കണ്ടെത്തി കഴിഞ്ഞാൽ നമുക്ക് തീർച്ചയായിട്ടും അതിനെ മറികടക്കാൻ നമുക്ക് സാധിക്കും. എല്ലാവർക്കും എല്ലാ പ്രശ്നങ്ങൾക്കും മറികടക്കാൻ സാധിക്കട്ടെ. എല്ലാവർക്കും ശുഭദിനം.